എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തിരുവനന്തപുരത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഇന്ത്യ ന്യൂസിലൻഡ് 5ാം മത്സരത്തിൽ സാക്ഷ്യം വഹിച്ചത് വെറുമൊരു ക്രിക്കറ്റ് മത്സരത്തിനല്ല, മറിച്ച് ത്രില്ലർ സിനിമകളെ പോലും വെല്ലുന്ന, ശ്വാസം അടക്കിപ്പിടിച്ചു മാത്രം കണ്ടിരിക്കാൻ കഴിയുന്ന ഒരു മഹാ അത്ഭുതത്തിനാണ്. ടീം ഇന്ത്യയെ തോൽപ്പിക്കുക എന്നത് ഇനി ഈ പ്രപഞ്ചത്തിൽ അസാധ്യമായ കാര്യമാണെന്ന ലോകത്തിന് മുഴുവൻ വിളിച്ചു പറയുന്ന പ്രകടനമായിരുന്നു കാര്യവട്ടത്ത് നടന്നത്. ന്യൂസിലൻഡിനെതിരായ 5ാം T20യുടെ ഇന്ത്യയുടെ വിജയം ചരിത്രതാളുകളിൽ തങ്കലിപികളാൽ എഴുതപ്പെടും. എന്നാൽ സുഹൃത്തുക്കളെ, ഈ വിജയത്തിന്റെ യഥാർത്ഥ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത് മൈതാനത്തല്ല, മറിച്ച് ഡ്രസ്സിംഗ് റൂമിലെ ഗൗതം ഗംഭീർ എന്ന മാസ്റ്റർ ബ്രെയിനിന്റെ തലച്ചോറിലായിരുന്നു. 271 റൺസ് എന്ന ഹിമാലയൻ സ്കോർ പടുത്തുയർത്തിയിട്ടും തോൽവിയുടെ വക്കിലെത്തിയ ഇന്ത്യ ഒരൊറ്റ നിമിഷം കൊണ്ട് കളി തിരിച്ചുപിടിച്ചതെങ്ങനെ? മത്സരശേഷം മൈക്ക് കയ്യിലെടുത്ത ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് നടത്തിയ ആ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ കേട്ടാൽ നിങ്ങൾ ഗൗതം ഗംഭീർ എന്ന തന്ത്രശാലിയെ നമിച്ചുപോകും. മത്സരം ജയിച്ച ശേഷം ട്രോഫി നേരെ കൊണ്ടുപോയി യുവതാരങ്ങളായ ഇഷാൻ കിഷനും റിങ്കു സിംഗിനും സഞ്ജുവിനും നൽകി സൂര്യകുമാർ യാദവ് കോടിക്കണക്കിന് ആരാധകരുടെ മനം കവർന്നു. പക്ഷേ ആ ചിരിക്കു പിന്നിൽ കളി നടന്നുകൊണ്ടിരിക്കുമ്പോൾ സൂര്യ അനുഭവിച്ച കൊടും സമ്മർദ്ദത്തിന്റെ കഥ അധികമാർക്കും അറിയില്ല. മത്സരശേഷം ഹർഷ ഭോഗ്ലെയുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകവേ വിറയ്ക്കുന്ന ശബ്ദത്തോടെ സൂര്യ ആ സത്യം തുറന്നു പറഞ്ഞു. സത്യം പറയട്ടെ, 271 റൺസ് ബോർഡിലുണ്ടായിട്ടും ഗ്രൗണ്ടിന്റെ നടുവിൽ നിൽക്കുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടുകയായിരുന്നു. ന്യൂസിലൻഡിന്റെ ഫിൻ അലനും രച്ചിൻ രവീന്ദ്രയും നമ്മുടെ ബൌളർമാരെ ചെണ്ട കൊട്ടുന്ന പോലെ തല്ലി തകർക്കുമ്പോൾ, ഓരോ പന്തും ഗാലറിയിലേക്ക് പറക്കുമ്പോൾ ഈ 271 റൺസ് പോലും ഒന്നുമാവില്ലെന്ന് ഞാൻ ഭയന്നുപോയി. തിരുവനന്തപുരത്തെ ചെറിയ മൈതാനവും രാത്രിയിൽ പെയ്തിറങ്ങിയ കനത്ത മഞ്ഞും കാര്യങ്ങൾ കൈവിട്ടുപോകുന്ന അവസ്ഥയിലെത്തിച്ചു. പന്ത് സോപ്പ് പോലെ കയ്യിൽ നിന്ന് വഴുതിപ്പോകുന്നു. ബൌളർമാർക്ക് ഗ്രിപ്പ് കിട്ടുന്നില്ല. എന്തു ചെയ്യണമെന്നറിയാതെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പകച്ചുനിന്ന നിമിഷങ്ങൾ. വെറും 10 ഓവറിനുള്ളിൽ ന്യൂസിലൻഡ് കളി ഹൈജാക്ക് ചെയ്തു കഴിഞ്ഞിരുന്നു. എന്നാൽ സുഹൃത്തുക്കളെ, അവിടെയാണ് ആ ട്വിസ്റ്റ് സംഭവിച്ചത്. 10 ഓവറുകൾക്ക് ശേഷമുള്ള ആ ഡ്രിങ്ക്സ് ബ്രേക്ക്. ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് സിംഹത്തെ പോലെ ഗൗതം ഗംഭീർ മൈതാനത്തേക്ക് ഇറങ്ങി വന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ തീയായിരുന്നു. തളർന്നുപോയ സൂര്യയുടെ തോളിൽ പിടിച്ച് ഗംഭീർ പറഞ്ഞു, സൂര്യ, നീ എന്തിനാണ് ഭയക്കുന്നത്? ശാന്തനാകൂ. ന്യൂസിലൻഡ് ബാറ്റ്സ്മാൻമാർ ഇപ്പോൾ ഓവർ കോൺഫിഡൻസിലാണ്. അവർ ഓരോ പന്തിലും റിസ്ക് എടുക്കുന്നുണ്ട്. ആ അമിത ആത്മവിശ്വാസമാണ് നമ്മുടെ ആയുധം. ഗംഭീർ അവിടെ വെച്ച് സൂര്യയുടെ ചെവിയിൽ ഓതിക്കൊടുത്ത ആ രഹസ്യമന്ത്രമാണ് കളിയുടെ വിധി മാറ്റിമറിച്ചത്. നനഞ്ഞ പന്തുകൊണ്ട് യോർക്കർ എറിയാൻ നോക്കിയാൽ അത് ഫുൾ ടോസ് ആകും. അതുകൊണ്ട് സ്ലോവർ ബൗൺസറുകളും ബാക്ക് ഓഫ് ദി ഹാൻഡ് ഡെലിവറികളും വൈഡ് യോർക്കറുകളും എറിയാൻ ഗംഭീർ നിർദ്ദേശിച്ചു. വേഗതയല്ല, വേഗതയിലെ മാറ്റമാണ് ശത്രുവിനെ വീഴ്ത്താനുള്ള ആയുധമെന്ന് ആ ചാണക്യൻ പഠിപ്പിച്ചുകൊടുത്തു. ഫീൽഡർമാരെ ബൗണ്ടറി ലൈനിലേക്ക് മാറ്റി നിർത്തി അവരെക്കൊണ്ട് വലിയ ഷോട്ട് കളിപ്പിച്ച് വിക്കറ്റ് എടുക്കാനുള്ള ആ തന്ത്രം. ആ 2 മിനിറ്റ് നീണ്ട ഉപദേശം സൂര്യയുടെ തലയിലെ ലാമ്പ് കത്തിച്ചു. 12ാം ഓവറിൽ പന്ത് അർഷ്ദീപ് സിംഗിന്റെ കൈകളിലെത്തി. ഗംഭീരിന്റെ തന്ത്രം അക്ഷരം പ്രതി അർഷ്ദീപ് നടപ്പിലാക്കി. വേഗത കുറച്ചെറിഞ്ഞ ആദ്യ പന്തിൽ തന്നെ അടിച്ചു തകർക്കാൻ നിന്ന് രച്ചിൻ രവീന്ദ്രയ്ക്ക് പിഴച്ചു. പന്ത് ആകാശത്തേക്ക് ഉയർന്നു. ഫീൽഡറുടെ കൈകളിൽ ഭദ്രം. അവിടെ തീർന്നില്ല. അതേ ഓവറിൽ തന്നെ ന്യൂസിലൻഡ് ക്യാപ്റ്റൻ സാന്റ്നറെ സ്റ്റമ്പിന്റെ വേരറുക്കുന്ന ഒരു ഒന്നാന്തരം യോർക്കറിലൂടെ അർഷ്ദീപ് മടക്കിയഴിച്ചു. ഗംഭീർ വരച്ച വരയിലൂടെ ബൌളർമാർ പന്തെറിഞ്ഞപ്പോൾ ന്യൂസിലൻഡിന്റെ വമ്പൻ കോട്ടകൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണു. ഇന്ത്യയുടെ ആ തിരിച്ചുവരവ് കണ്ട് ഗാലറിയിലെ ആരാധകർക്ക് പോലും വിശ്വസിക്കാനായില്ല. ഈ വിജയഗാഥ പൂർണ്ണമാകണമെങ്കിൽ നമ്മുടെ ബാറ്റിംഗ് ഹീറോകളെ കൂടി സ്മരിക്കണം. 43 പന്തിൽ 103 റൺസ്. ഇഷാൻ കിഷൻ എന്ന പോക്കറ്റ് ഡൈനമൈറ്റ് ന്യൂസിലൻഡ് ബൌളർമാരെ ഗ്രീൻഫീൽഡിൽ ഓടിച്ചിട്ടടിക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ. T20 ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഇന്നിംഗ്സുകളിലൊന്ന്. അവസാനം കുങ്ഫു പാണ്ഡ്യ എന്ന ഹാർദിക് പാണ്ഡ്യ 17 പന്തിൽ 42 റൺസ് അടിച്ചുകൂട്ടി കിവീസിന്റെ ശവപ്പെട്ടിയിൽ അവസാന ആണിയും അടിച്ചു. ഇവരെയൊക്കെ പറയുമ്പോഴും കാര്യവട്ടത്തെ മണ്ണിൽ സ്വന്തം തട്ടകത്തിൽ ആവേശത്തിരളിളക്കിയ നമ്മുടെ സ്വന്തം സഞ്ജു സാംസനെ എങ്ങനെ മറക്കും? ഗാലറി മുഴുവൻ സഞ്ജു സഞ്ജു എന്നലറി വിളിച്ചപ്പോൾ രോമം എഴുന്നേറ്റ് നിൽക്കാത്തവർ ആരുമില്ല. ഇഷാൻ കിഷൻ അടിത്തറയിട്ടപ്പോൾ മധ്യനിരയിൽ വന്ന് ന്യൂസിലൻഡ് ബൌളർമാരുടെ ആത്മവിശ്വാസം തല്ലിക്കെടുത്തിയത് സഞ്ജുവാണ്. ടീമിനു വേണ്ടി സ്വന്തം വിക്കറ്റ് നോക്കാതെ അദ്ദേഹം കളിച്ച ആ വെടിക്കെട്ട് ക്യാമിയോ ഇന്നിംഗ്സ്, അതാണ് ഇന്ത്യൻ സ്കോർ 270 കടക്കാൻ പ്രധാന ഊർജ്ജമായത്. സഞ്ജു ക്രീസിലുള്ളപ്പോൾ ന്യൂസിലൻഡ് ഫീൽഡർമാർ വിറയ്ക്കുകയായിരുന്നു. അവിടെയും തീർന്നില്ല. വിക്കറ്റിന് പിന്നിൽ സഞ്ജുവിന്റെ ആ മിന്നൽ സ്റ്റമ്പിംഗ് കണ്ടോ? ന്യൂസിലൻഡിന്റെ അപകടകാരിയായ ബാറ്ററെ പുറത്താക്കാൻ സഞ്ജു കാണിച്ച ആ $1 മില്യൺ റിഫ്ലെക്സ് കണ്ട് സാക്ഷാൽ ധോണി പോലും കൈയടിച്ചു പോയിട്ടുണ്ടാകും. സഞ്ജുവിന്റെ ആ നിർണായകമായ ഇടപെടലുകളും വിക്കറ്റിന് പിന്നിലെ കൂൾ മൈൻഡും ഇല്ലായിരുന്നെങ്കിൽ കളി ചിലപ്പോൾ കൈവിട്ടുപോയേനെ എന്ന് മത്സരശേഷം സൂര്യകുമാർ യാദവ് പ്രത്യേകം എടുത്തു പറഞ്ഞത് സഞ്ജു എന്ന താരത്തിന്റെ വലിപ്പം കാണിക്കുന്നു. സ്വന്തം നാട്ടുകാർക്ക് മുന്നിൽ രാജകുമാരനെ പോലെ തലയുയർത്തി തന്നെയാണ് സഞ്ജു ഇന്ന് കളം വിട്ടത്. കളി ജയിച്ച ശേഷം സൂര്യ പറഞ്ഞ വാക്കുകൾ ന്യൂസിലൻഡിന്റെ നെഞ്ചത്തേറ്റ് വെടിയുണ്ട പോലെയായിരുന്നു. ഈ വിജയം ഞങ്ങളുടേതല്ല, ഡ്രസ്സിംഗ് റൂമിൽ ഗംഭീർ ഭായ് കൊണ്ടുവന്ന ആ പോരാട്ട വീര്യത്തിന്റേതാണ്. തോൽക്കാൻ മനസ്സില്ലാത്ത ഏത് പ്രതിസന്ധിയിലും പ്ലാൻ ബി നടപ്പിലാക്കാൻ കെൽപ്പുള്ള ഒരു പുതിയ ഇന്ത്യയെയാണ് അദ്ദേഹം വാർത്തെടുത്തിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇതാണ് പുതിയ ടീം ഇന്ത്യ. മൈതാനത്തെ കളിക്ക് മാത്രമല്ല, മൈൻഡ് ഗെയിമിനും ഇവർക്ക് മറുപടിയില്ല. അവസാനം മാൻ ഓഫ് ദി മാച്ച് ട്രോഫി ഇഷാനും റിങ്കുവിനും നൽകിക്കൊണ്ട് സൂര്യ കാണിച്ച ആ വലിയ മനസ്സുണ്ടല്ലോ, അത് ജയിച്ചത് കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ ഹൃദയമാണ്. ടീമിൽ സ്റ്റാറുകളില്ല, പെർഫോമൻസ് ആണ് വലുത് എന്ന് പറയാതെ പറയുകയായിരുന്നു സൂര്യ.
കാര്യവട്ടത്ത് ഇന്ത്യ കുറിച്ചത് വെറും ഒരു വിജയമല്ല, വരാനിരിക്കുന്ന T20 ലോകകപ്പിന് മുൻപ് ലോകത്തിന് നൽകിയ ഒരു വലിയ മുന്നറിയിപ്പാണ്. തിരുവനന്തപുരത്തെ മണ്ണിൽ ന്യൂസിലൻഡിനെ തകർത്തെറിഞ്ഞപ്പോൾ ഇന്ത്യ സ്വന്തമാക്കിയത് 5ാം T20 മത്സരം മാത്രമല്ല, പരമ്പര എന്ന രാജകീയ കിരീടം കൂടിയാണ്. ഈ പരമ്പരയിലുടനീളം നമ്മൾ കണ്ടത് ന്യൂ ഇന്ത്യയുടെ ഉദയമാണ്. തോൽക്കാൻ മനസ്സില്ലാത്ത ഏത് വമ്പനെയും ഏത് നിമിഷവും മലർത്തിയടിക്കാൻ കെൽപ്പുള്ള ഒരു പറ്റം സിംഹക്കുട്ടികൾ. ഇനി ലക്ഷ്യം ഒന്നേയുള്ളൂ, T20 ലോകകപ്പ്. ഗൗതം ഗംഭീറിന്റെ തന്ത്രങ്ങളും സൂര്യകുമാർ യാദവിന്റെ നേതൃത്വവും ഇഷാനും റിങ്കുവും പാണ്ഡ്യയും അടങ്ങുന്ന ഈ വമ്പൻ പടയും ചേരുമ്പോൾ ലോകകപ്പ് ഇന്ത്യയിലേക്ക് തന്നെ വരുമെന്ന കാര്യത്തിൽ ഇനി സംശയം വേണ്ട. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഗൗതം ഗംഭീർ എന്ന മാസ്റ്റർ മൈൻഡിന്റെ തന്ത്രങ്ങൾ ഇന്ത്യക്ക് അടുത്ത ലോകകപ്പ് നേടിക്കൊടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി അറിയിക്കൂ. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.